വിമാനത്തിൽ വിധേയമാകണമെങ്കിൽ പെരുമാറ്റം ഉണ്ടാകണമെങ്കിൽ അതിൽ വെച്ചിട്ട് അതിപ്രധാനമായിട്ട് അതവ് കാണിക്കേണ്ട അതിപ്രധാനമായിട്ട് ബിഹേവിയർ നല്ല പറയുന്നത് സ്വന്തം വാപ്പ നമ്മുടെ വീട്ടിലേക്ക് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ നബിയെ ആരോട്ടു നല്ലത് വേണം ആളുകളാണ് ഗുണമാക്കണമെന്ന് ചെന്നിട്ട് അവിടുത്തെ ശിഷ്യനായ ഒരു സ്വഹാബി യുദ്ധങ്ങൾക്ക് വന്നപ്പോൾ 3 വട്ടവും ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജവാബ് നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ നല്ലത് വേണം നിങ്ങളുടെ ഉമ്മ ധാരാളമായിട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. പിന്നെ 4ാമത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങളുടെ വാപ്പ നല്ല തരത്തിൽ നോക്കുന്നു, നല്ല നിലയ്ക്ക് ഫ്രീക്കാക്കുന്നുണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പരിപാടി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ 17 വർഷം അല്ലാഹുവിന്റെ ദീൻ പഠിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അയാളെ സ്റ്റഡി പീരീഡ് എല്ലാം തീവ്ര പിന്നെ അയാൾ തദ്രീസ് അഥവാ പഠിപ്പാട്ട് ഇറങ്ങിയപ്പോൾ ലോകപ്രസിദ്ധമായ മാലിക് ഇമാമിന്റെ ഹദീസ് ഗ്രന്ഥ പഠിപ്പാട്ട സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ ഹദീസുകൾ പഠിപ്പാട് ശിഷ്യന്മാരെ കൊന്തലയ്ക്ക് ഉസ്താദിന്റെ നീക്കില്ല വെച്ചിട്ടേ പഠിപ്പാടില്ല എന്തേ ഇങ്ങനെ സുദീർഘമായിട്ട് നിൽക്കടേക്ക് ഉസ്താദിനോട് സംശയം കേട്ടപ്പ ആ അബ്ദുറഹ്മാൻ ഖാസിം റളിയല്ലാഹു അൻഹു മഹാൻ ചെന്ന വാക്ക നന്റെ അക ഇങ്ങനെ മുട്ട സമീപമാണ്, നന്റെ ഔത്തുലു നന്റെ ഉമ്മ ചില അകത്തിരിക്കുന്നതായിട്ട് ഔത്തറെ സിറ്റൗട്ട് കണ്ട് ആ സിറ്റൗട്ട് എന്തെങ്കിലും ഒരു അകത്തിരിത്ത് വന്നിട്ട് ഉമ്മടെ അവിടെ കാണുമ്പോ ഉമ്മ നിന്നിട്ട് കാണുമ്പോ ഉമ്മടെ എതിർന്ന് കാണുമ്പോൾ വെച്ചിരിക്കുന്നത് സമലല്ലേ എന്നിട്ട് ഉമ്മ ഫോട്ടോ തോന്നുന്നതാണ് നിന്നിട്ട് പഠിപ്പാടുന്നതാണ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു കാണുന്നു. തിരുസത്തമീനികളെ മഹാന്മാർ അറിയിക്കും വാപ്പ ഉമ്മറൊട്ട് വലിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് സിരീൻ റളിയല്ലാഹു അൻഹു മഹാൻ ഉമ്മറൊട്ട് ഭാര്യ മേലുപരി ഭാര്യ സോഫ്റ്റായിട്ടാണ് മുടിയോട്ടിന് ജോറായ ശബ്ദത്തിൽ ഉമ്മറൊട്ട് കൊടുക്കൽ പോലും മുടിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് സിരീൻ റളിയല്ലാഹു അൻഹു ഉമ്മ എന്ത് ചെന്നെങ്കിലും ആയിട്ട് ആവും ഇടമേ ചെലവല്ലാണ്ട് അതിക്ക് തദ്വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു വർത്തനമോ മഹാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യോടത്തോടെങ്കിൽ മഹാന് ഉമ്മ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിൽ അഥവാ ഉമ്മ കൊണ്ടുപോയാൽ കണ്ടെങ്കിൽ പിന്നെ പെങ്ങളോട്ട് കേട്ടോണ്ടിട്ട് അല്ല ഉമ്മ ഒരുപാട് എന്താ അപ്പൊ പെങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരം കേട്ടിട്ടില്ലേ ഇല്ല അത്ര നേരായിട്ട് കേട്ടിട്ടില്ല, അത്ര സ്പഷ്ടമായിട്ട് കേട്ടിട്ടില്ല, നീ എന്തെങ്കിലും ഉമ്മട്ട് കേൾക്കാതെ ഉമ്മട്ട് പോലെ തിരിച്ച് കേൾക്കൂ സഭകളല്ലേ ചെന്നിട്ട് ആ ഒരു പേടിയിൽ ഭക്തിയിൽ അടങ്ങ് നാളെ ഉമ്മടെ കൊണ്ട് കേട്ടോണ്ടില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് സിരീൻ റളിയല്ലാഹു അൻഹു ആ മഹാന്റെ വേറൊരു ശിഷ്യൻ എന്നതായിട്ട് അയാളെ ഉമ്മടത്തു ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ തെല്ലിൽ ചോറ് മുണ്ടിപ്പോയപ്പോ സുബ്ഹാനല്ലാഹ് മഹാന് വല്ലാതെ ദുഃഖമായി നന്റെ പെത്തിട്ട് നന്നെ വളർത്തിട്ട് നക്ക് എല്ലാം ആക്കിയ നന്റെ ഉമ്മ ആ ഉമ്മടത്തു ചെറിയൊരു വലിയ ശബ്ദത്തിൽ നാം മുണ്ടിപ്പോയല്ലേ എന്നിട്ട് നേരെ മാർക്കറ്റിൽ പോയിട്ട് ചെണ്ട് നല്ല മൗല്യമുള്ള നല്ല വ്യാധിയുള്ളതായ ചെണ്ട് അടികളെ എടുത്തിട്ട് ഉമ്മയുടെ പേരിൽ ആ മഹാൻ സ്വതന്ത്ര കൊടുത്തുകൊണ്ടാണ് മഹാന്മാർ മുഹമ്മദ് സിരീൻ റളിയല്ലാഹു അൻഹു ചരിത്ര വിശദീകരിച്ചുകൊണ്ട് മഹാൻ ശിഷ്യന്റെ സ്വഭാവം പഠിപ്പാടി തന്നെ തിരുസത്തമീനികൾ ഉമ്മ വലിയ ആസ്തികളാണ്. അങ്ങനെ മരണപ്പെട്ടേക്ക് വന്നൊരു അങ്ങനെ നോക്കൽ വലിയ പുതിയുള്ള വിഷയമാണ്. ഉമ്മയുടെ മുഖ ബാപ്പയുടെ മുഖ അതിങ്ങനെ നോക്കട്ടെ സംശയത്തിൽ എതിരൊട്ടു കേട്ട ഉമ്മയുടെ മുഖ ബാപ്പയുടെ മുഖ നോക്കൽ ഹജ്ജിന് സമാന
സങ്കല്പമാണ് കേട്ടിട്ടുള്ളപ്പ ഒരാൾ 100 വട്ടം നോക്കണമെങ്കിൽ നബിയെ 100 ഹജ്ജാക്കിയ പ്രതിഫലം കിട്ടുമോ നബിയെ എന്ന് കേട്ടപ്പ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര വട്ടം നിങ്ങൾ നോക്കിയെങ്കിലും എത്ര ഘട്ടം നോക്കിയെങ്കിലും അതിൽ ഡബിളായിട്ടുള്ള പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോട്ടേയിരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പറോട് നല്ല അതവോട് പെരുമാറ്റം വേണം, ഉമ്മറോട് നല്ല അതവോട് പെരുമാറ്റം വേണം. ആൾക്കാരെയും നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നല്ല മൃദുവായ പ്രാർത്ഥനകളായിരിക്കണം. പരിശുദ്ധ ഖുർആനിലെ വല്ല മാന്യമായിട്ടുള്ള പ്രാർത്ഥന അല്ലാതെ വേറെ ശബ്ദത്തിലുള്ള വലിയ ശബ്ദത്തിലുള്ള പ്രാർത്ഥനകൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വാപ്പടവ ഉമ്മടെ എതിർ വന്നു പോകുകയാണ്. പരിശുദ്ധ ഖുർആനിലെ വിരുദ്ധങ്ങളെ ഇനി വാപ്പയില്ല മരണയില്ല, ആ സന്ദർഭത്തിലേക്ക് നമുക്ക് വാപ്പടയാതെ പോകണ്ടേ. നമുക്ക് മക്ക വലിയായിട്ട് വരുമ്പോ അണ്ട് മക്കളെ എതിർക്കുന്ന മക്കളെ കാണുമ്പോഴാണ് തന്റെ വാപ്പക്ക് വേണമായിട്ട് എത്ര അധ്വാനിച്ച് കഷ്ടവന്നത് തന്റെ ഉമ്മയുടെ അണ്ടത്തെ കഷ്ടങ്ങളെത്ര പ്രയാസങ്ങളെത്രയായിട്ട് അണ്ട് നമുക്ക് നിലപോലെങ്കിൽ ആ വാപ്പയുടെ ആരുടെ കബറുകൾ ഉണ്ടോ ഉമ്മ ഉണ്ട് ആരുടെ കബറുകൾ ഉണ്ടോ അങ്ങനെ മറന്നുകൊണ്ടല്ല എല്ലാ വെള്ളിയാഴ്ച ചുരുങ്ങിക്കോ വെള്ളിയാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പോയിട്ട് വാപ്പയുടെ കബറുകളൊക്കെ നീണ്ടിട്ട് അസ്സലാമു അലൈക്കും യാ അബീ, തന്റെ വാപ്പ നിങ്ങളുടെ സംരക്ഷണയിക്കട്ടെ, തന്റെ ഉമ്മ നിങ്ങളുടെ സംരക്ഷണയിക്കട്ടെ എന്നിട്ട് നിങ്ങൾ വേറെപ്പോഴോ വാപ്പവോ ഉമ്മവോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് വാപ്പ ഉമ്മയുടെ സിയാറത്താക്കണം, വാപ്പ ഉമ്മയുടെ പേരിൽ എന്തെങ്കിലും പാവങ്ങൾക്ക് ഹദിയകൾ കൊടുക്കണം. എല്ലാ സന്ദർഭത്തിലും 5 വക്തും വാപ്പ ഉമ്മക്ക് വേണ്ടിയേ അതിനാണ് ആക്കടെ ആക്കിയ നൽകി സരിസാട്ടി ആവാഹിയെ കേട്ടപ്പ ഇല്ല ഇല്ല നീ 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോ ഉമ്മക്ക് വേണമെങ്കിലും അതിന് വാപ്പ ഉമ്മ ആക്കിയ ആ പണത്തിൽ അതിന് സരിസാട്ടിയ സമാനമായ ഒന്നുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെ ചങ്ങായിക്കോ വാപ്പമാരപ്പെട്ടില്ല, ഉമ്മയുടെ ചങ്ങായിമാരിക്കോ ആ ചങ്ങായിമാരെ ഇടക്കിടക്ക് പോയിട്ട് കാണുള്ളൂ. ആ വാപ്പ ചിലപ്പോ ഒരുപാട് ആൾമാർ നല്ലതാക്കിയ വാപ്പയിരിക്കൂ, ആ വാപ്പയുടെ ചിലപ്പോ സ്വതകൾ എടുത്തന വാപ്പടക്ക് കൂട്ടുകെട്ടിരുന്ന അങ്ങനെ പോയിട്ട് കാണുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും നിലനിൽപ്പുണ്ടാകാതെ സ്വതങ്ങൾ സന്തോഷങ്ങൾ കൊടുക്കണമെന്നാണ്. ഏറ്റവും നല്ല സംക്രമണത്തിലെ വാപ്പവും മടക്കൽക്കു നല്ല സന്തോഷം കൊടുക്കണേ. വാപ്പനയിപ്പില്ല ഔത്തുലാണുള്ളത്, ഞങ്ങൾ ഔത്തുല മനുഷ്യത്തിന്റെ ഡ്യൂട്ടികൾ നിർവഹണത്തെ ഔത്തുല ജവാബ്ദാരി ഞങ്ങൾ കയറാണ്. എന്നാലും വാപ്പ ഔത്തുലില്ലെങ്കിൽ ആ വാപ്പു തിങ്കലുക എന്തെങ്കിലും സൗകര്യം പോലെ വാപ്പോട് ചെറിയ പൈസ കൊടുക്കണം, ഉമ്മ ഹരിയ കൊടുക്കണം, ഉമ്മ പാടണം, വാപ്പയുടെ കൈ മുത്തണം, ഉമ്മയുടെ കൈ മുത്തണം. ഹബീബായ പഠിപ്പാട് നല്ല അനുകൂലമുള്ള ആരോഗ്യമുള്ള ഒരാളുകൾ ഒരു 10 രൂപ കൊടുത്താണെങ്കിൽ അതിന് വലിയ 100 രൂപ കൊടുത്തെങ്കിൽ 10 രൂപ കൊടുത്ത കൂലിയാണ്. അതേസമയത്ത് ഒരു രോഗിയായ വ്യക്തിക്ക് എന്തെങ്കിലും സഹായിച്ചെങ്കിൽ അത് 700 രൂപ കൊടുത്ത കൂലിയാണ്. അതേസമയത്ത് സ്വന്തം വാപ്പവും കൊടുത്തെങ്കിൽ 1 രൂപ കൊടുത്തെങ്കിൽ അത് 1,00,000 രൂപ കൊടുത്ത കൂലിയുണ്ട്. വിധിയിൽ മുസ്തർശിദീൻ ചില ഗ്രന്ഥത്തിൽ മഹാന്മാർ പഠിപ്പാക്കാറ്. കാരണം ആ വാപ്പ ഉമ്മ സ്വർഗത്തെ കവാടങ്ങളാണ്, സ്വർഗത്തെ ഡോറുകളാണ്. ഒരു മഹാൻ വാപ്പ മരിച്ചപ്പോ ഒരുത്തനെ ചിന്തിച്ചിട്ട് ഉൾക്കൊടുത്തു. എല്ലാവരും കേട്ടാൽ എന്താണ് ഈ ഉൾക്കൊള്ളേ ആ മഹാജനത്തെ സ്വർഗത്തെ ഒരു ഡോർ വന്നേ കിട്ടി. ഇനി ആ ഡോർ എവിടെയാണ് കിട്ടുള്ളേ? ഇനി ഒരു ഏകൈക ഡോർ മാത്രമാണ്, ഒന്ന് മാത്രമാണുള്ളേ. ആ മഹാനന്റെ ജവാബ് ചെലുത്തിയിട്ടാണ് ഇമാം അൽ-ബസ്സാരി റളിയല്ലാഹു അൻഹു ഗ്രന്ഥത്തിൽ പഠിപ്പാട് വാപ്പുകാക്കിയ ഇഹ്സാൻ, വാപ്പ കൊടുത്ത പൈസകൾ, വാപ്പുകാക്കിയ നിയമത്തുകൾ, വാപ്പ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതാണല്ലേ പൈസ കൊടുത്തേ, ഉമ്മ കഞ്ഞോ തിന്നുന്ന ഡ്രസ് നാളെ കൊടുത്തല്ലേ, കഞ്ഞ നാളെ തോന്നല്ലേ. ഇങ്ങനെ വാപ്പവും ഉമ്മവും എടുത്തു കൊടുത്തതായ എന്തെങ്കിലും നിയമത്തുകൾ എടുത്തു ചെന്നത് ഒരിക്കലും പാടില്ല. പഠിപ്പാട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളുടെ ഹയാത്തുള്ള ഞങ്ങളുടെ വാപ്പ ഉമ്മവും അല്ലാഹുവിനെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടിയിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പ ഉമ്മ ഞങ്ങളുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകൾ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിറത്തെ എല്ലാ ഓരോ അമലുകൾ
ആദർശത്തോടെ നല്ല ഒരു മക്കളെ നീ കരണയാകുമാൻ അപ്പ മരിച്ചെങ്കിൽ ഉമ്മ മരിച്ചെങ്കിൽ മറന്നുപോകുന്ന അവസ്ഥ ഈ ഉണ്ടാക്കി തരലേ റഹ്മാൻ അർഹമുർ-റഹീമായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാർ ബാപ്പ ഉമ്മ എല്ലാവരെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവനിൽ സന്തോഷത്തിൽ ഞങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി തരണേ റഹ്മാൻ ആമീൻ യാ റഹ്മാൻ اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم